പനിക്ക് ചായ കുടിക്കുന്നതിന് എന്താ കുഴപ്പം? പനിക്ക് ചായ ഒക്കെ തന്നെയാണ് കുടിക്കുക. ചായ, ബന്ന്, കഞ്ഞി, ചമ്മന്തി, പപ്പടം ചുട്ടത്, മുളക് ചുട്ടത് ഒക്കെ തന്നെയാണ് പനിക്ക്. അല്ലെ നാദിറെ? നല്ലത് അതാണ് നല്ലത്. പിന്നെ പനിയല്ലേ ചായ കുടിക്കുമോ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തി ഇല്ല. ഏപ്പം ചോദിച്ചത് പെട്ടിഞ്ഞ് ചായ കൊടുക്കേണ്ടി വരുമെന്ന് ആലോചിക്കാണ് ഇപ്പൊ. അല്ല ഏപ്പം ചേട്ടായിക്ക് എങ്ങാനും വേണമെന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടുപോയിന്ന്. എല്ലാരും ലൈക്ക് അടിക്കാൻ മറക്കണ്ട കേട്ടോ. കൂടെ ഇരിക്കുന്നവർ കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്തോളൂ. നമ്മൾ ഏകദേശം 49 മിനിറ്റ് ആയി. ഒരു 1.25 മണിക്കൂർ വരെ ഒരു 10-20 മിനിറ്റ് കൂടി ഇരിക്കാം അല്ലെ നാദിറെ? 20 മിനിറ്റ് കൂടെ നമുക്ക് ഇനി ഇരിക്കാം. ഏപ്പം ഇവനൊരു പൊട്ടല്. എല്ലാരും പറയണ്ടല്ലോടാ ഏപ്പം എന്നാ ജ്യൂസ് എടുക്കാന്ന്. നേരത്തെ വേറെ ആരോ പറഞ്ഞല്ലോ. ഇപ്പൊ ഏപ്പം ഭയങ്കര വൈബാണ് കേട്ടാ. ഏഫമിന്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടോ നാദിറ് നീ? എവിടുന്ന് എടുത്തോണ്ട് വരുന്നെന്ന് അറിയില്ല അതേപോലത്തെ വീഡിയോസ് ഒക്കെ. സംഭവം റിയാക്ഷൻ വീഡിയോസ് ആണ്. പക്ഷെ ആ റിയാക്ഷൻ ചെയ്യാനുള്ള സാധനങ്ങൾ എവിടുന്നേലും ഒപ്പിച്ചുകൊണ്ടുവരണം. നീ എവിടുന്ന് എടുത്തോണ്ട് വരുന്നുണ്ട് ഏഫം അങ്ങനത്തെ വീഡിയോസ് ഒക്കെ? ഒന്ന് പറഞ്ഞേ. അതെ, എഫം ഒരു ഷോർട്സിൽ ഒരു കമന്റ് ഇടും കേട്ടോ. ഏഫം നമ്മുടെ ഷോർട്സിൽ കമന്റ് ഉണ്ടാവും. അതിലൂടെയാണ് നമുക്ക് ചെയ്യാം. ഇവിടെ ബ്ലൂ ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യാ, നമ്മുടെ ഷോർട്സിൽ നിങ്ങളൊക്കെ ഷോർട്സിൽ ഒരു കമന്റ് ഇട്ട് വെക്കട്ടോ. പുതിയ ഷോർട്സുകളിൽ ഒരു കമന്റ് ഇട്ട് വെക്കണേ. എന്നാ പോയി വാ സെഹ്റ എന്ന് പറയുന്നുണ്ട്. ഏഫം ജ്യൂസ് എടുക്കാം. ജ്യൂസ് സെഹ്റാക്കാണെങ്കിൽ വേണ്ട. സെഹ്റ ഇപ്പൊ സ്മൂത്തി, നേരത്തെ സ്മൂത്തി എന്ന് വെച്ചാൽ സ്മൃതിന്നായി പോയി. ഞാനത് എന്തായിരിക്കും സ്മൃതി എന്ന് ഇങ്ങനെ വായിച്ച് ഒരു പിടുത്തം കിട്ടാണ്ടിരിക്കുകയാണ്. പിന്നീടാണ് തിരുത്തിയത്. മുത്തേ നീ നാട്ടിൽ വരുന്നില്ലേ, ശരിയായി തരാം. അതെ, നീ എന്തെങ്കിലും നാട്ടില് ഏതില് പറഞ്ഞു മറ്റേ പോസ്റ്റിന്റെ മേലെ കേറിയിരിക്കുന്ന പെടലി പെടലി എന്ന് വിളിക്കുന്ന ഒരു സീൻ ഉണ്ടല്ലോ. അത് ഏതിലായിരുന്നടാ? മീശ മാധവനാ? കൊച്ചിനീഫ് പറയുന്നുണ്ടല്ലോ. അല്ല കൊച്ചിനീഫല്ല, കൊച്ചിനീഫ് തന്നെയല്ലേ? അല്ല കൊച്ചിനീഫല്ല, മറ്റേ എന്തായിരുന്നു ആ പേര്? ജഗതിയാണോ പെടലി എന്ന് വിളിക്കുമ്പോ? ജഗതി അല്ലടാ, ജഗതിയാണോ പറയുന്നത്? നീ എന്തെങ്കിലും താഴേക്ക് ഇറങ്ങി വരും, അന്ന് ഞാൻ നിന്നെ എടുത്തോളാന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അതേപോലെയാണ് ഷേഡായി പറയുന്നത് ഏഫമിനോട്. നീ എന്തെങ്കിലും നാട്ടിൽ വരുമല്ലോ ശരിയാക്കി തരാൻ. അതെ, ഇക്ക ഒരു വർക്ക് ശരിയായി. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. എന്റെ സ്പീഡ് അല്ല എന്നാലും കുഴപ്പമില്ല. ഇൻഷാ അല്ലാഹ് നാളെ അങ്ങോട്ട് പോകും. ഓക്കെടാ, എന്തായാലും ഹയർ ആവട്ടെ കേട്ടാ. നിക്ക് പറയുന്നത് കേൾക്കുമ്പോ ഒരു സന്തോഷം. ഞാനിപ്പോ ഇങ്ങനെ നാദിറിനോട് കുറച്ച് നേരത്തെ ഇങ്ങനെ പറഞ്ഞുള്ളൂ അതൊക്കെ നിന്റെ കാര്യങ്ങള്. നേരത്തെ ഞങ്ങൾ വിളിച്ചിങ്ങനെ സംസാരിച്ചപ്പോ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. കേട്ടപ്പോ ഒരു സന്തോഷം. എന്തായാലും നല്ല രീതിയിലാവട്ടെ കേട്ടാ. എഫം ചിരിക്കുന്നുണ്ട്. പാത്തൂസ് എത്തിണ്ടല്ലോ. പാത്തൂസ് വെൽക്കം. അസ്സലാമു അലൈക്കും. എല്ലാ സുഹൃത്തുക്കളും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഹൈഫാസ് വേൾഡ് വന്നിട്ടുണ്ട്. എനിക്ക് ബ്ലൂ തരൂ, കൂട്ടാക്കാനുണ്ട് എന്ന് ചോദിക്കുന്നു. ഹൈഫാക്ക് ബ്ലൂ കൊടുക്കാം. ഹൈഫാക്ക് ബ്ലൂ, പാത്തൂസിന് ബ്ലൂ, പിന്നെ എഫമിന് ബ്ലൂ. എന്നാ പിന്നെ ബ്ലൂ കാരിരിക്കട്ടെ. നാദിറിന്റെ കമന്റ് ഇതിലില്ല കേട്ടാ. നാദിറിന്റെ കമന്റ് ഉണ്ടെങ്കിൽ ഞാൻ പിൻ ചെയ്തിട്ടില്ല. ഫൈസൽ തലയാലപ്പറമ്പ് എന്ന് പറയുന്നുണ്ട്. നാദിബായി പുഴയോരത്താണോ ഫൈസൽ ചോദിക്കുന്നത്? നാദിയ നാദിറിനോട് ചോദിക്കുന്നു ഫൈസൽ പുഴയോരത്താണോന്ന്. നമ്മുടെ ഷെനോജിയുടെ കമന്റ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, സ്പാം ആവുന്നുണ്ട്. ഞാൻ ഷിനോജിനെ ബ്ലൂ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഷിനോജി അപ്പൊ പ്രശ്നം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ബ്ലൂ ചെയ്താൽ കമന്റുകൾക്ക് പ്രോബ്ലം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. എല്ലാരും തിരിച്ചു പോയി തുടങ്ങിയ. ഇതാണ് നാദിർ. ഞാൻ പറയാറുള്ള നാദിർ ഇതാണ് കേട്ടാ. എന്റെ കൂടെ കൂടാറുണ്ടെന്ന് ഞാൻ ഇടക്കിടക്ക് പറയാറില്ലേ? അതാണ് ഈ നാദിർ കേട്ടോ. വെറുതെ ഇരിക്കുകയല്ലേ മീൻ പിടിക്കുക. ഞാൻ പറഞ്ഞു വൈഫ, അവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോ മീൻ പിടിക്കാൻ ഒരു പ്രത്യേക വൈബാണ്. കുറച്ച് ചെമ്മീനോ ചാളത്തലയൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ചൂണ്ടിടാന്ന്. ഞാൻ ചിലപ്പോ 30-ാം തീയതി നാദിറിന്റെ അവിടെ പോകുന്നുണ്ട് കേട്ടാ. നാദിറും ഞാനും ഒന്നിച്ചായിരിക്കും ചിലപ്പോ ഉണ്ടാവുക. ഇതിപ്പോ അപ്പുറത്ത് ഇപ്പുറത്തുമായിട്ടല്ലേ ഇരിക്കുന്നത്. അതല്ലാതെ ഞങ്ങൾ രണ്ടുപേരും ഒരേ ഫ്രെയിമിൽ വരുന്ന ഒരു സംഭവം ഉണ്ടാവാൻ സാധ്യത. ഇന്നലെ ലൈവിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന പാത്തൂസ്. ഇല്ല, ഇന്നലെ നാദിർ വന്നില്ലല്ലോ. നാദിർ കമന്റിൽ ഉണ്ടായിരുന്നു. ഇതാണ് തുള്ളൻ പയ്യൻ. അതെ, നമ്മുടെ തുള്ളൻ പയ്യനാണ്.